ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഉസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഇസ്രായേലി സമൂഹത്തിന്റെ കാലഘട്ടത്തിൽ മഹാന്മാരായ പല നബിമാരും സമൂഹത്തിൽ പല വെല്ലുവിളിയും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം സംഭവങ്ങളെ വളരെ കൃത്യമായി തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. ബറക്കത്ത് സംബന്ധമായ ഒരു ചർച്ചയിൽ അള്ളാഹുവിന്റെ ഖുർആനിലെ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ 248-ാമത്തെ 247-ാമത്തെ ആയത്തുകൾ ഒരാൾക്ക് മാറ്റിവെക്കാൻ കഴിയൂല. ഇസ്രായേലി സമൂഹത്തിന്റെ ജീർണതകളിൽ നിന്നും അവരെ സമുദ്ധരിക്കാൻ വന്ന മഹാന്മാരായ നബിമാർ അവരുടെ ആത്മീയ പ്രഭാഷണങ്ങളിൽ, നിർദ്ദേശങ്ങളിൽ ആ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ, വാക്യങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ആയത്തുകളായി നമ്മുടെ മുന്നിൽ പറയുമ്പോൾ ഒരു പെട്ടിയുടെ കഥ അവിടെ പറയുന്നുണ്ട്. ഒരു പെട്ടി ഖുർആന്റെ ആയത്തുകളാണ്. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് അതിന്റെ ചുരുക്കെഴുത്ത് പറയുന്നുണ്ട്. ആ സംഭവത്തിന്റെ ചുരുക്കെഴുത്ത് പറയുന്നുണ്ട്. ചരിത്ര പണ്ഡിതന്മാരുടെ ഉദ്ധരണി, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് റബ്ബ് ഒരു പെട്ടി കൊടുത്തിട്ടുണ്ടെന്ന്. ഇന്നല്ലാഹ അൻസല അലാ ആദം താബൂതൻ, ഭൂമിയിൽ വന്ന ആദം അലൈഹിസ്സലാമിന് അള്ളാഹു ഒരു പെട്ടി കൊടുത്തു. ആ പെട്ടിയുടെ പ്രത്യേകത എന്താ? പെട്ടിക്കകത്ത് ഫീഹി സുവറുൽ അംബിയ മിൻ ഔലാദിഹി, ആ പെട്ടിക്കകത്ത് ആദം നബിയുടെ മക്കളുടെ കൂട്ടത്തിൽ നബിമാരായി വരുന്ന മക്കളുണ്ടല്ലോ, 1,23,999 പേർ. ആദം നബിയോടും കൂടുമ്പോൾ 1,24,000. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽ നബിമാർ ആവാനുള്ള മക്കളെ ഫോട്ടോകൾ, ചിത്രങ്ങൾ ആ പെട്ടിയിൽ അല്ലാഹു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പെട്ടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുക്കുന്നത്. ഫതവാസറഹു ഔലാദു ആദമ ഇലാ വസ്ല ഇലാ യഅഖൂബ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കള് ആ പെട്ടിയെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലശേഷം അനന്തര സ്വത്തായി പിൻഗാമികൾക്ക് ഇങ്ങനെ കൈമാറി പോന്ന് ഇലാ യഅഖൂബ് അലൈഹിസ്സലാം. യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകളുടെ കയ്യിൽ ഇപ്പോൾ ആ പെട്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ മഹാനവറുകളുടെ കാലശേഷം യഅഖൂബ് നബിയുടെ മക്കളാണല്ലോ ഇസ്രായേലികൾ. മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളാണ് ഇസ്രായേലുകൾ. ബനു ഇസ്രായേലി സമൂഹത്തിലെ യാക്കൂബ് നബിയുടെ മക്കളിലേക്ക് ഈ പെട്ടി പിന്നീട് അനന്തരം പോയി. ഈ പെട്ടി ആ സമൂഹത്തിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നെന്നറിയോ? ഇസ്രായേലി സമൂഹത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പെട്ടി അവർ കൊണ്ടുവന്ന് നടുവിൽ വെക്കും. അപ്പോഴുണ്ട് തക്കല്ലമ, ആ പെട്ടി സംസാരിക്കത്രേ. ഇമാം റാസി രേഖപ്പെടുത്തും. അതായത് ആ പെട്ടിയിൽ നിന്നും വർത്തമാനങ്ങൾ കേൾക്കാം. തർക്കങ്ങൾക്ക് പരിഹാരം വേണമല്ലോ. വഹക്കമ ബൈനഹും, ഇസ്രായേലി സമൂഹത്തിലെ ആ തർക്കങ്ങൾക്ക് പരിഹാരമായി ആ പെട്ടി അവിടെ വിധി പറയുകയും ചെയ്യും. പിന്നെ ഇസ്രായേലി സമൂഹം മതത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യ ഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ യുദ്ധത്തിന് പോവേണ്ടി വന്നിട്ടുണ്ട്. വൈദാ ഹദറുൽ ഖിതാല, അങ്ങനെ അവർ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഖദ്ദമൂഹു ബൈന ഐദീഹിം, ഈ പെട്ടി കൊണ്ടുവന്ന് അവർ യുദ്ധ അണിയുടെ മുന്നിൽ വെക്കും. പടയാളികൾ ഇങ്ങനെ സഫ് കെട്ടി നിൽക്കുന്ന സമയത്ത് ഏറ്റവും മുന്നിൽ ഈ പെട്ടി വെക്കും. എന്നിട്ടോ ഈ പെട്ടി മുഖേന അവർക്ക് അള്ളാഹു വലിയ സഹായം ശത്രുക്കൾക്കെതിരിൽ ചെയ്തു കൊടുക്കും എന്നതാണ്. വക്കാനത്തിൽ മലായിക്കത്തു,
ഈ പെട്ടി തനിച്ചല്ലാട്ടോ. വകാനത്തുൽ മലായികത്തു തഹ്മിലുഹു ഫൗകൽ അസ്കരി വഹും യുഖാതിലൂനൽ അദുവ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള അവരുടെ ജിഹാദ് സന്ദർഭങ്ങളിൽ, പോരാട്ടങ്ങളിൽ മഹാന്മാരായ മലക്കുകൾ ഈ പെട്ടി മുസ്ലിം സൈന്യത്തിന്റെ, അതായത് ഇസ്രായേലി സമൂഹത്തിലെ സൈന്യത്തിന്റെ തലക്കും മീതെ ഈ പെട്ടി മലക്കുകൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കും, മലക്കുകൾ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ മലക്കുകൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന പെട്ടി ഇങ്ങനെ ഒഴുകി ഒഴുകി സൈന്യത്തിന്റെ മുകളിലൂടെ പോകുന്നത്, അന്തരീക്ഷത്തിലൂടെ പോകുന്നത് ഇവർക്ക് കാണാൻ കഴിയുന്നു. ആ സമയത്ത് യുദ്ധ അണികൾ ഈ പെട്ടിയിൽ നിന്നും ഒരു അട്ടഹാസ ശബ്ദമെങ്ങാനും പെട്ടിയുടെ അകത്തുനിന്ന് യുദ്ധത്തിന് പോകുന്ന ഇസ്രായേലി ചുണക്കെട്ടുമാർ കേട്ടുകഴിഞ്ഞാൽ ഇസ്തൈഖനു ബിൻ നുസ്ര, ആ യുദ്ധത്തിൽ അവർ ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ പെട്ടിക്കകത്തുനിന്ന് ഒരു അട്ടഹാസം കേട്ടത്, അതായത് ഈ പെട്ടി അവർ അനുഭവിക്കുക. ഇത് ചരിത്രം നിഷേധിക്കാൻ പറ്റാത്ത ചരിത്രമാണ്. പരിശുദ്ധ ഖുർആന്റെ വളരെ വ്യക്തമായ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി രേഖപ്പെടുത്താണ്. അങ്ങനെ ഇസ്രായേലി സമൂഹത്തിന്റെ പിൻതലമുറക്കാർ അള്ളാഹുവിന്റെ ദീന് വിട്ടുപോയി അവർ ഫസാദിയത്തിലേക്ക് പോവുകയാണ്. അവർ റബ്ബിനെ എതിര് ചെയ്യുകയാണ്. അവർ ഹറാമുകൾ നിരന്തരം ചെയ്യാണ്. ആ സന്ദർഭത്തില് അള്ളാഹു തആല അമാലിഖത്ത് എന്ന് പറയുന്ന വിഭാഗത്തെ, അമാലിഖ വിഭാഗത്തെ ഇസ്രായേലി സമൂഹത്തിനെതിരെ നിയോഗിക്കുകയും ഇസ്രായേലി സമൂഹത്തെ യുദ്ധം വഴി അമാലിഖ വിഭാഗം കീഴടക്കുകയും ചെയ്തു. തൽഫലമായി ആ പെട്ടി അമാലിഖ വിഭാഗം കയ്യേറുകയും ആ പെട്ടിയെ വലിയ വലിയ കോലുകൾ, തൂണുകൾ നാട്ടിയിട്ട് അതിൽ പെട്ടി ഇങ്ങനെ കെട്ടിത്തൂക്കി അമാലിഖ വിഭാഗം പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ സംഭവം പറയാൻ പോകുന്നത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജാലൂത്തിനെതിരെ പോരാടാൻ പോകുന്ന സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് ഒരു നേതാവിനെ വേണം. താലൂത്ത് എന്ന് പറയുന്ന മനുഷ്യനെ നേതാവായി കിട്ടാൻ എന്താണ് അടയാളം എന്ന് ചോദിച്ചു വരുന്ന ഒരു സംഭവം ആയത്തിലേക്ക് വരും. അപ്പോഴേ മനസ്സിലാവും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അമാലിഖ വിഭാഗം ഇപ്പൊ പെട്ടി കയ്യേറിയേക്കാണ്. അമാലിഖ വിഭാഗത്തിന്റെ കയ്യില് പെട്ടി ഇപ്പോൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. അവരൊരു വലിയ തൂണിന്റെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. ഖുർആൻ ആയത്തുകളിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലിക ഖാലൂ അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹനു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യുഅത സഅതം മിനൽ മാൽ قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. ഇസ്രായേലി സമൂഹത്തിന്റെ കയ്യിൽ ഇപ്പൊ പെട്ടിയില്ലാട്ടോ. പെട്ടി അവരുടെ മുൻഗാമികളെ കീഴടക്കി അമാലിഖ വിഭാഗം കയ്യേറിയേക്കാം. ഇനി മറ്റൊരു സംഭവം പറയാം. പിൽക്കാലത്ത് വന്ന ഇസ്രായേലി സമൂഹത്തിന്റെ ഇടയിലെ മഹാനായ പ്രവാചകനായിരുന്നു മഹാനായ ശംഊൻ അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലുള്ളവരുടെ ഒക്കെ ഒരു കാലം. ശംഊൻ നബി, ശംഊൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ശംഊൻ എന്ന പേരിടാൻ തന്നെ കാരണം ഉമ്മ അള്ളാഹുവോട് ധാരാളം ദ്വാരുന്നൊരു ആൺകുഞ്ഞിനെ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അള്ളാഹു കൊടുത്തതാണ് ഈ ശംഊൻ എന്ന മോനെ. ഉമ്മ അങ്ങനെ പേരിട്ടു. ഷാ എന്ന പ്രയോഗം ഇബ്രാനി ഭാഷയിൽ സാ എന്നതിന് പകരം ഉപയോഗിക്കുന്നത്. സമിഅ ദുആഹ എന്നതാണ് ശംഊൻ എന്നതിന്റെ അർത്ഥം. ഉമ്മാടെ ദുആ കേട്ട് അള്ളാഹു കൊടുത്ത മോൻ എന്നാണ് ശംഊൻ എന്ന വാക്കിനർത്ഥം. പ്രധാന അഭിപ്രായം അങ്ങനെയാണ്. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. ശംഊൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിലവിൽ പൂർവികരിൽ നിന്നും പെട്ടി നഷ്ടപ്പെട്ട ഇസ്രായേലി സമൂഹത്തോട് പറയാണ്, നിങ്ങൾ ജാലൂത്ത് എന്ന് പറയുന്ന നിഷേധിയോട് യുദ്ധം ചെയ്യാൻ പോകേണ്ടവർ. നിങ്ങൾക്ക് നേതാവായി താലൂത്ത് എന്ന് പറയുന്ന ആളെ നിയോഗിച്ചിട്ടുണ്ട്. താലൂത്തിനെ നിയോഗിച്ചിട്ടുണ്ട്. താലൂത്തിനെ നിയോഗിച്ച സ്ഥിതിക്ക് നിങ്ങൾ താലൂത്ത് നിങ്ങളുടെ നേതാവാണെന്ന് അംഗീകരിച്ചേ പറ്റൂ. അതിനായി നിങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനം എനിക്ക് വഹിയായി വന്നതിന് ഉൾക്കൊണ്ടേ പറ്റൂ. അവര് പറഞ്ഞു, ഞങ്ങൾ ഉൾക്കൊള്ളൂല. കാരണം ഈ താലൂത്ത് എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെ ഇപ്പൊ അധികാരം കിട്ടും? ഞങ്ങളെക്കാൾ അധികാരം കിട്ടാൻ യാതൊരുവിധ യോഗ്യതയുമില്ല.
വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു, ഞങ്ങളിൽപ്പെട്ട ആരെങ്കിലും പിടിച്ച് നേതാവാക്കുക എന്നല്ലാതെ ഒരു താലൂത്തിനെ പിടിച്ചാക്കാൻ പറ്റൂ. കാരണം താലൂത്തിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുമില്ല, അദ്ദേഹത്തിന് അധികാരത്തിന്റെ പാരമ്പര്യവുമില്ല. അപ്പോൾ ശമഊൻ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ സ്തഫാഹു അലൈക്കും, അള്ളാഹുവാണ് അദ്ദേഹത്തെ നേതാവാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹ് അതിൽ പരിഗണിച്ചത് വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം, ശാരീരികമായി നല്ല ആകാര ഭംഗിയും വടിവും മികവും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്, കായികമായ നല്ല കഴിവും. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള മനുഷ്യനും അദ്ദേഹമാണ്. അള്ളാഹു അത് പരിഗണിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തെ നേതാവായി പ്രഖ്യാപിച്ചു, നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റും. അപ്പൊ അവര് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ നേതാവായി ഉൾക്കൊള്ളാം, അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും അടയാളം, ഇത് അള്ളാഹ് ഏൽപ്പിച്ച പരിപാടിയാണെന്നുള്ളത് അറിയാൻ ഒരടയാളം പറയണം എന്ന് പറഞ്ഞു. വഖാല ലഹും നബിയുഹും, അപ്പൊ ശംഊൻ നബി അവരോട് പറഞ്ഞു, ഇന്നായത മുൽക്കിഹി അയ്യതിയകുമുത് താബൂത്ത്, നിങ്ങൾക്ക് ആ പെട്ടി വരും. ഏത് പെട്ടി? പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാരിൽ നിന്നും അമാലിക വിഭാഗം കയ്യേറി യുദ്ധത്തിൽ കീഴടക്കി കയ്യേറിയ ആ പെട്ടി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഇടയിലേക്ക് ഇത് ഈ അടുത്ത കാലത്ത് വരും. ആ പെട്ടി എത്തുന്നത് ഈ യുദ്ധവുമായി, നമ്മൾ ചെയ്യാൻ പോകുന്ന യുദ്ധവുമായി യാത്രക്ക് തയ്യാറായി നിൽക്കുന്ന ഏതൊരു യുദ്ധത്തിന് വേണ്ടിയാണ് ആ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിജയം പറയാനാണ്. താലൂത്ത് നേതാവണം, പെട്ടി നമുക്ക് വരും. പെട്ടി എത്തിയാ ഉറപ്പിച്ചോ, ഇത് അള്ളാന്റെ തീരുമാനം. പെട്ടി വരുന്നു എന്നതാണ് താലൂത്ത് നേതാവാണ് എന്നതിന്റെ അള്ളാഹ് പ്രഖ്യാപിച്ച അടയാളം എന്ന് മഹാനായ ശംഊൻ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ പെട്ടി മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസ നബി ഈ പെട്ടി കയ്യിൽ അനന്തരമായി അമ്പിയാക്കൾ ഇങ്ങനെ കൊണ്ടുവന്ന് മൂസ നബിയുടെ കയ്യിൽ ഈ പെട്ടി കിട്ടിയ കാലഘട്ടത്തിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് സൂക്ഷിച്ചിരുന്നത് ഈ പെട്ടിയിലായിരുന്നു. മാത്രവുമല്ല, ഈ പെട്ടി മുളക്കമ്പുകൾ കൊണ്ട്, മരക്കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയായിരുന്നു. പെട്ടിയുടെ രൂപം പറയാം ഇമാം റാസി രേഖപ്പെടുത്തും. മാത്രമല്ല, ഇസ്രായേലി സമൂഹത്തിലെ ഓരോ കുഞ്ഞിനും വകാനു യഅരിഫൂനഹു, ഈ പെട്ടിയെ അറിയാം. ഏത് കുട്ടിയുടെ അടുത്തും ഈ പെട്ടിയെ കാണിച്ചു കൊടുത്താൽ അത് ഇന്ന പെട്ടിയാണെന്ന് പറയും. അത്രയും അവർക്ക് ആ പെട്ടിയെ കുറിച്ച് ഗ്രാഹ്യം പാരമ്പര്യമായി ഉണ്ടായിരുന്നു. മാത്രമല്ല, അല്ലാഹു തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലശേഷം ഈ പെട്ടി ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. അല്ലെങ്കിൽ അമാലിക വിഭാഗം മുഖേന അത് മറ്റൊരു സന്ദർഭത്തിൽ ഇസ്രായേലി സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ രണ്ടഭിപ്രായവും ചരിത്രത്തിൽ ചർച്ചയുമാണ്. ഇസ്രായേലികൾക്ക് അതേപ്പറ്റി കൃത്യമായ ധാരണയുമുണ്ട്. മാത്രവുമല്ല, ഈ പെട്ടിക്കകത്ത് തൗറാത്തിന്റെ അന്ന് മൂസ നബി ഉപയോഗിച്ച ചെറിയ ചെറിയ കഷ്ണങ്ങൾ, പലക കഷ്ണങ്ങൾ, എഴുത്ത് പലകകൾ ഈ പെട്ടിക്കകത്തുണ്ടായിരുന്നു. മാത്രവുമല്ല, ആകാശത്തിൽ നിന്നും മൂസ നബി ദ്വാരുന്നതിന്റെ ഭാഗമായി മന്ന സൽവ എന്ന് പറയുന്ന സ്വർഗഭക്ഷണം ഇസ്രായേലി സമൂഹത്തിന് അന്നത്തെ കാലത്ത് ഇറക്കി കൊടുത്തിരുന്നു. അതിൽപ്പെട്ട മന്ന് ഭക്ഷണത്തിന്റെ ഒരു അംശം ഈ പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപയോഗിച്ച 2 ചെരുപ്പുകൾ ഈ പെട്ടിയിലുണ്ടായിരുന്നു. മൂസ നബിയുടെ വടിയും ഈ പെട്ടിയിലുണ്ടായിരുന്നു. ഹാറൂൻ നബി അലൈഹിസ്സലാം ഉപയോഗിച്ച തലപ്പാവും ഈ പെട്ടിയിലുണ്ടായിരുന്നു. അങ്ങനത്തെ പെട്ടിയാണ്. ആ പെട്ടി നിങ്ങൾക്ക് വരും. പെട്ടി നമ്മുടെ പൂർവികരായ ഇസ്രായേലി കാരണവന്മാരിൽ നിന്നും അമാലിക വിഭാഗം കയ്യേറിയേക്കാണ്. ഇതേ പുതിയ യുദ്ധം വരുന്നു. യുദ്ധത്തിന് നിങ്ങൾക്ക് നേതാവ് ഈ തലമുറയിൽ താലൂത്താണ്. അംഗീകരിച്ച പറ്റൂ. താലൂത്തിന് നേതാവായി അറിയിച്ചത് അള്ളാഹുവാണ്, വഹിയാണ്. അതിന്റെ അടയാളം അന്ന് നമുക്ക് നഷ്ടപ്പെട്ട പഴയ കാലത്ത് ആ പെട്ടി തിരിച്ചു വരും എന്നതാണ്. അങ്ങനെ മഹാനായ ശംഊൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകൾ കേട്ട് അവർ വിശ്വസിക്കാൻ തയ്യാറായി. താലൂത്ത് നേതാവാണെന്നതിന്റെ തെളിവ് തേടി ഈ സമൂഹം അവരുടെ പ്രവാചകനായ ശംഊനിനോട് ചെന്ന് ചോദിച്ചപ്പോ ശംഊൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്ന ആയത്ത് മുൽക്കിഹി അന്നക്കും തജിദൂന താബൂത ഫി ദാരിഹി, നമ്മൾ നേതാവാണെന്ന് പറഞ്ഞിട്ടുള്ള, നമ്മുടെ നേതാവാണെന്ന് അള്ളാഹു അറിയിച്ചിട്ടുള്ള താലൂത്തിന്റെ വീട്ടിലെ യുദ്ധത്തിന് പോണ അന്നാവുമ്പോഴേക്ക് ആ പെട്ടി വരും എന്നുള്ളതാണ് താലൂത്ത് നേതാവാണെന്നതിന്റെ തെളിവ് എന്ന് ഈ നബി അവരോട് പറഞ്ഞു. യുദ്ധത്തിന് പോകുമ്പോൾ ഈ പെട്ടി മുന്നിൽ വെച്ച് യുദ്ധം വിജയം ഉറപ്പിക്കുകയായിരുന്നു പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അത് ഇനി നമ്മൾ തയ്യാറായി നിൽക്കുന്ന യുദ്ധത്തിന് പുതിയ സമൂഹത്തോട് അവരുടെ പ്രവാചകൻ ശംഊൻ പറയാണ് അലൈഹിസ്സലാം, നമുക്ക് ഉറപ്പാ, വിജയം ഉറപ്പാ. കാരണം ആ പഴയ പെട്ടി വരും. നമ്മുടെ നേതാവായിട്ട് അതിന് പ്രഖ്യാപിച്ചത് താലൂത്തിനെയാണ്. താലൂത്ത് നേതാവാണെന്നതിന്റെ യോഗ്യത ആ യുദ്ധത്തിന് പോകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ പെട്ടി വരലാണ്.
അടയാളവും പറഞ്ഞു. എല്ലാവരും കാത്തിരുന്നു ആ പെട്ടി അവിടെ വരുന്നുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ ആ പെട്ടി അവിടെ എത്തി. ആ പെട്ടി എത്തിയ രൂപം എങ്ങനെയാ? ആ പെട്ടി എത്തിയ രൂപം ഇമാം റാസി രേഖപ്പെടുത്തുകയാണ്. സുമ്മയിന്നൽ കുഫാറല്ലദീന സലബു ദാലിക താബൂത കാനൂ ഖദ് ജഅലുഹു ഫി മൗദിഇൽ ബൗലി വൽ ഗായിതി. പഴയകാലത്ത് ഇസ്രായേലുകളിൽ നിന്നും അമാലിക്ക വിഭാഗം യുദ്ധം ചെയ്ത് കീഴടക്കി ഈ പെട്ടി കയ്യേറിയ കഥ പറഞ്ഞല്ലോ. അമാലിക്ക വിഭാഗവും പിന്നീട് വന്ന തലമുറകൾ ഇപ്പോ ഈ അടുത്ത് യുദ്ധം ഈ പെട്ടി തിരിച്ചവിടെ എത്തുമെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അവരിങ്ങനെ തലമുറകൾ അമാലിക്ക വിഭാഗം ഈ പെട്ടി ഇങ്ങനെ കൈമാറി വന്ന അവസാനം ഇപ്പോ ഈ സാഹചര്യത്തിൽ അമാലിക്ക വിഭാഗത്തിലെ പിൻതലമുറക്കാർ ഈ പെട്ടിയെ അനാദരിക്കാൻ തുടങ്ങി. മൂത്രവും കാഷ്ടവും ഉള്ളിടത്ത് മാത്രം ഈ പെട്ടി അവർ ഉപേക്ഷിച്ചു പോരലായി. അതായത് ഈ പെട്ടി അവിടെ വെക്കാം, അവിടെ ഇരുന്ന് മൂത്രമൊഴിക്കാം, പെട്ടി അവിടെ കൊണ്ടുവെക്കാം, അവിടെ ഇരുന്ന് കാഷ്ടിക്കാം. ആ രീതിയിൽ പെട്ടിയെ അനാദരിക്കാൻ തുനിഞ്ഞിറങ്ങി അമാലിക്ക വിഭാഗം. അമാലിക്ക വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ തലമുറക്കാർ, അമാലിക്ക വിഭാഗത്തിന്റെ മുൻഗാമികളാണ് ഇസ്രായേലിയരെ അന്ന് പരാജയപ്പെടുത്തി ആ പെട്ടി കയ്യേറിയത്. ഇപ്പോഴത്തെ തലമുറ ഇത് നിന്ദിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവർ ഒരു ഭാഗത്ത് ഈ പെട്ടി നിന്ദിക്കുന്നത് ഒരു ഉൾവിളി പോലെ, ഏതോ ഒരു അദൃശ്യമായ ചിന്ത പോലെ ആ കാലഘട്ടത്തിന്റെ പ്രവാചകനായ ശംഊനിന് അള്ളാഹു തോന്നിച്ചിട്ടുണ്ടായിരുന്നു അലൈഹിസ്സലാം. അമാലിക്ക വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ തലമുറ പെട്ടി അനാദരിക്കാൻ ശംഊൻ നബിയെ എന്ന് അള്ളാഹു തോന്നിച്ചിരുന്നു. ആ പെട്ടി എവിടെയോ ഏതോ നാട്ടിൽ എവിടെയോ ശംഊൻ നബിക്ക് അങ്ങനെ ഒരു ഉൾവിളിയാളം ഉണ്ടായിരുന്നു. ശംഊൻ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ദുആ, പെട്ടി ഞങ്ങൾ സൂക്ഷിച്ചോളാം, ഇങ്ങോട്ട് എത്തിച്ചേക്കണേ റബ്ബേ, അങ്ങനെ ദുആയിരുന്നു. അമാലിക്ക വിഭാഗം അള്ളാഹു ആദരിച്ച പലതും സൂക്ഷിക്കുന്ന ആദരണീയമായ പെട്ടിയെ നിന്ദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. ഫസല്ലത്തല്ലാഹു അലാ ഉലൈക്കൽ കുഫാരി അൽ ബലാ. അമാലിക്ക വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ തലമുറ മുദ്രിക്കാനും കഷ്ടിക്കാനും പോകുന്നിടത്ത് പെട്ടിക്കൊണ്ടുവന്ന് നിൽക്കുന്ന ആ അനാദരവന്റെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അള്ളാഹു അവർക്ക് ബലാ മുസീബത്തുകൾ ഇറക്കി കൊടുത്തു. ഹത്താ അവർക്ക് മനസ്സിലായി എത്രത്തോളം ഇന്ന കുല്ലമൻ ബാല ഇൻദഹു തഖവത ഇബ്തലാഹു അല്ലാഹു ബിൽ ബവാസിരി. ഈ പെട്ടിയുടെ അടുത്ത് നിന്ന് മൂത്രമൊഴിച്ചും കാഷ്ടിച്ചും ഈ പെട്ടി അനാദരിക്കുന്ന ഇപ്പോഴത്തെ തലമുറയിലെ അമാലിക്ക വിഭാഗത്തിലെ മൂത്രിക്കലും കാഷ്ടിക്കലും പെട്ടിയുടെ അടുത്ത് വെച്ച് നടത്തുന്ന ആളുകൾക്ക് മൂലക്കുരു പോലെയുള്ള അർഷസ് പോലെയുള്ള രോഗങ്ങളും വ്യാപകമായ ഗുഹ്യാവയവങ്ങൾ സംബന്ധമായ പ്രശ്നങ്ങളും വ്രണങ്ങളും വരാൻ തുടങ്ങി. അങ്ങനെ അവർ മനസ്സിലാക്കി നമ്മുടെ ഈ രഹസ്യഭാഗങ്ങളിലെ ഈ രഹസ്യ രോഗങ്ങൾ നമുക്ക് വരുന്നത് ഈ പെട്ടി കൊണ്ടുവന്ന് നമ്മുടെ കൂടെ താമസിപ്പിച്ച് നമ്മളിങ്ങനെ മൂത്രിക്കുകയും കഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പേരിലാണ് നമുക്കിപ്പോ ഈ പ്രയാസങ്ങൾ വന്നതെന്ന് ഈ അമാലിക്ക വിഭാഗം മനസ്സിലാക്കി. എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടുന്ന് കടത്തിക്കളയണമെന്നത് അമാലിക്ക വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ തലമുറയുടെ ഏറ്റവും പ്രധാന ആവശ്യമായി. അവർ ആ പെട്ടി രണ്ട് കാളക്കുറ്റന്മാരുടെ കഴുത്തിലൂടെ ഒരു കോല് വെച്ച് കെട്ടിയിട്ട് അതിൽ ഈ പെട്ടി കെട്ടിത്തൂക്കിയിട്ടു. എന്നിട്ട് ഈ രണ്ട് കാളക്കുറ്റന്മാരെ ഒരു വിശാലമായ വഴിയുടെ ഒരു ഓരത്ത് നിന്നും ആട്ടിത്തുളച്ചങ്ങോട്ട് പറഞ്ഞയച്ചു. കാളക്കുറ്റന്മാരിങ്ങനെ നാട് വിട്ടു പോവും, അതോടുകൂടി ഈ പെട്ടി നാട്ടിൽ നിന്ന് പോവും. അമാലിക്ക വിഭാഗത്തിന്റെ പുതിയ തലമുറ കണ്ടെത്തിയ ഈ വിദ്യയിൽ ആ കാളക്കുറ്റന്മാരെ നയിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 4 മലക്കുകളെ, ഒരു കാളയ്ക്ക് 2 മലക്കുകൾ എന്നോണം അള്ളാഹു 4 മലക്കുകളെ ഈ കാളക്കുറ്റന്മാരുടെ കൂടെ പറഞ്ഞയച്ചു. അത് അമാലിക്ക വിഭാഗത്തിന് അറിയില്ലല്ലോ, കാരണം പെട്ടി അപ്പുറത്തെത്തിക്കൽ അള്ളാന്റെ ആവശ്യം. അങ്ങനെ ഈ മലക്കുകൾ കാളക്കുറ്റന്മാരുടെ വട്ടക്കണ്ണിയെ പിടിച്ച്, കഴുത്തിലിട്ടിരിക്കുന്നതായ വട്ടക്കണ്ണിയെ പിടിച്ചുകൊണ്ട് ഈ മലക്കുകൾ താലൂത്തിന്റെ വീട് ലക്ഷ്യമാക്കി കാളക്കുറ്റന്മാരെ അവരുടെ കഴുത്തിലൂടെ വെച്ച് കെട്ടിയിരിക്കുന്ന ആ വിശാലമായ പെട്ടി, കോലിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പെട്ടി, അതും ചുവന്നുകൊണ്ട് ഈ 2 കാളക്കുറ്റന്മാര് മലക്കുകളുടെ അകമ്പടിയോടെ, അദൃശ്യമാണ്, മലക്കുകൾ ആരും കാണുന്നില്ല, മഹാനായ താലൂത്ത് എന്ന നേതാവിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴാണ് ഇസ്രായേലി സമൂഹം യുദ്ധത്തിന് പോവാൻ താലൂത്തിന് നേതാവായി അംഗീകരിക്കാൻ പ്രയാസമുള്ള ഇസ്രായേലി സമൂഹം താലൂത്ത് എന്ന നേതാവിന്റെ വീട്ടിൽ പഴയകാലത്തെ കാരണവന്മാർ പറഞ്ഞ ആ എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ പെട്ടി ആ വീട്ടിലെത്തിയിട്ടുണ്ട്. 2 കാളക്കുറ്റന്മാരുടെ കഴുത്തിൽ വെച്ച് കെട്ടിയ രൂപത്തിൽ ആരും അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇത് ആ കാലഘട്ടത്തിലെ ഇസ്രായേലി സമൂഹം അറിഞ്ഞപ്പോ അവർ മനസ്സിലാക്കി, ശമൂൻ എന്ന പ്രവാചകൻ പറഞ്ഞത് ശരിയാ, ആ പെട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരാ പെട്ടിയെ അംഗീകരിച്ചു, താലൂത്തിന്റെ നേതൃത്വത്തെ അംഗീകരിച്ചു എന്നതാണ് ഖുർആനിൽ സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്.
പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 247, 248 ആയത്തുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇത് ബർക്കത്ത് സംബന്ധമായിട്ടുള്ള ചർച്ചയിൽ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മാത്രം പറയാനേ ഇന്ന് പറ്റും. കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല ലഹും നബിയുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലികാ قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء വല്ലാഹു വാസിഉൻ അലീം. ശംഊൻ എന്ന പ്രവാചകൻ ഇസ്രായേലി സമൂഹത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലികാ. നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന യുദ്ധത്തിന് പോകാൻ നിങ്ങളുടെ നേതാവായി താലൂത്ത് എന്നവരെ അല്ലാഹു നിശ്ചയിച്ചിരിക്കാണ്. അപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെ അദ്ദേഹത്തിന് നേതാവാനുള്ള യോഗ്യത? അദ്ദേഹത്തിന് സമ്പത്തൊന്നുമില്ലല്ലോ, പാരമ്പര്യം കുറവാണല്ലോ. മഹാനവറുകൾ പറഞ്ഞു, ഇൽമും ആകാര മികവും നിങ്ങളെക്കാൾ അദ്ദേഹത്തിനുള്ള സ്ഥിതിക്ക് അള്ളാഹു അവന്റെ അധികാരം അവന്റെ ഇഷ്ടദാസന് കൊടുത്തിരിക്കാൻ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അവർ ചോദിച്ചു, എപ്പോഴാ അദ്ദേഹത്തിന്, എങ്ങനെയാ അദ്ദേഹം നേതാവാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാൻ തെളിവ് വല്ലതുമുണ്ടോ? നബിമാരോട് തെളിവ് ചോദിച്ചവർ ഇസ്രായേലികളാണ്. ആ നബി അവരോട് പറഞ്ഞു, വഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽകിഹി അയതിയകുമുത് താബൂത്. അദ്ദേഹം നേതാവാണ് എന്നതിന്റെ തെളിവ് നിങ്ങൾക്ക് റബ്ബ് ആ പെട്ടി എത്തിച്ചു തരലാണ്. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയത്തും മിമ്മാ തറക ആലു മൂസാ വആലു ഹാറൂൻ. ആ പെട്ടി നിങ്ങൾക്കിടയിൽ ബറക്കത്താണ്. സകീനത്തും മിർ റബ്ബിക്കും, റബ്ബ് തരുന്ന സമാധാനമാ. സകീനത്തും മിർ റബ്ബ്, അതാണ് ബറക്കത്ത്. അല്ലാഹു നിങ്ങൾക്ക് തരുന്നതായ സമാധാനം, അതാണ് ബറക്കത്ത്. ആ പെട്ടി നിങ്ങൾക്ക് ബറക്കത്താണെന്ന് ഖുർആൻ അവരോട് അന്ന് ശംഊൻ നബി പറയാണ്, ആ പെട്ടി വന്നാൽ ആ പെട്ടി നിങ്ങൾക്ക് ബറക്കത്താണ്. എന്താണ് ആ പെട്ടിയിൽ ബറക്കത്തുണ്ടാവാൻ കാരണം? ആ പെട്ടിയിൽ വബഖിയത്തും മിമ്മാ തറക ആലു മൂസാ വആലു ഹാറൂൻ. മൂസാ നബിയും ഹാറൂൻ നബിയും അവർക്ക് വേണ്ടപ്പെട്ട സ്വഹാബികൾ അടക്കമുള്ളവർ അന്ന് മാറ്റിവെച്ച പല ബഹുമാനിക്കപ്പെടുന്ന സാധനങ്ങളും, മൂസ നബി ഉപയോഗിച്ചതായ ചെരുപ്പും ഹാറൂൻ നബിയുടെ തലപ്പാവും തുടങ്ങുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പലതും ആ പെട്ടിയിലുള്ളതിന്റെ പേരിൽ പെട്ടി ആദരണീയം, പെട്ടി ആദരണീയം. ആദരണീയമായ എല്ലാത്തിന്റെയും കൂടെ അല്ലാഹു ബറക്കത്ത് വെച്ചിട്ടുണ്ടേ, ആദരണീയമാണ്. അതുകൊണ്ടാണ് തഹ്മിലുൽ മലായിക, മഹാന്മാരായ മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ പെട്ടി അവർക്ക് വന്നു. മഹാന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനൊക്കെ ബറക്കത്തുണ്ട്, സ്വാലിഹീങ്ങൾക്ക് ബറക്കത്തുണ്ടെന്നല്ലേ നമ്മളത് പരിഗണിച്ചേ പറ്റൊരു ഹദീസ് പറയാം. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിലെ ഹദീസ് പറയുന്നുണ്ട്. ഇമാം തുബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ ഔസത്തിലെ ഹദീസ് പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി അൽ ബറകത്തു മഅ അകാബിരിക്കും. ബറക്കത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ള കാരണവരിൽ അള്ളാഹു വെച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രായം ഉണ്ടായ പോരാട്ടോ, മഅമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, സ്വാലിഹായ അമൽ ചെയ്യുന്ന പ്രായമുള്ള കാരണവന്മാരുടെ കൂടെ ബറക്കത്തുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് നമുക്കറിയാലോ, ഈ ബറക്കത്തുള്ള കാരണവരെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മൾ ദീനിന്ന് പുറത്താണെന്ന. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من لم يرحم صغيرنا ويعرف حق كبيرنا فليس منا. ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മളിൽപ്പെട്ടവനല്ല. ഹാക്കിം മുസ്തദറക്കിലെ ഹദീസ് പറയുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി.
അപ്പൊ ബറക്കത്തുള്ള മനുഷ്യന്മാരെ നമ്മൾ ആദരിച്ചേ പറ്റൂ. ബറക്കത്തുള്ള മനുഷ്യന്മാരെ ഒരാളുടെ പരാജയം സംഭവിക്കുന്നത് ഈ ആദരിക്കാത്തോടത്ത്. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവരാണല്ലോ മുനാഫിഖീങ്ങൾ. അവരെ തിരിച്ചറിയാൻ 3 അടയാളമുണ്ട്. മുനാഫിഖീങ്ങളെ തിരിച്ചറിയാൻ 3 അടയാളം. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോകുന്ന മുനാഫിഖുകളെ തിരിച്ചറിയാൻ ഈ 3 അടയാളം. ഇമാം തുബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിൽ ഹദീസ് കാണാം. പരിശുദ്ധ റസൂൽ അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലാ യസ്തഖിഫു ബിഹഖ്ഹിം ഇല്ലാ മുനാഫിഖ്. 3 വിഭാഗത്തെ അനാദരിക്കുന്നവർ മുനാഫിഖാണ്. മുനാഫിഖനല്ലാതെ അനാദരിക്കാൻ കഴിയില്ല. ഒന്നാമത്തത്, ഇസ്ലാമിലായി ജീവിക്കുന്ന ദീനീ ചുറ്റുപാടിൽ കഴിയുന്ന ഒരു കാരണവരെ തലമുടി നരച്ചു ഇസ്ലാമിലായി. അങ്ങനത്തെ നമ്മളെ നല്ല നല്ല കാരണവന്മാരുണ്ട്. അവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അത് മുനാഫിഖിന്റെ അടയാളമാണ്. രണ്ടാമത്തെ, ഇൽമുള്ളവരെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അത് മുനാഫിഖിന്റെ അടയാളമാണ്. മൂന്നാമത്തത്, ഇമാം മുഖ്സിത്ത്, നീതിമാനായ ഭരണകർത്താവിനെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അത് മുനാഫിഖിന്റെ അടയാളമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിഖാവട്ടെ നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മഹാന്മാരെ കണ്ടാൽ തന്നെ ഒരു ബറക്കത്താണെന്ന് എന്റെ വക പറയാലോട്ടോ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഇനി പറയാൻ പോകുന്ന ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. عن أبي سعيد الخدري رضي الله عنه قال رسول الله صلى الله عليه وسلم. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഹദീസ് കേട്ടോളൂ. യഅതി അലന്നാസി സമാൻ യഗ്സു ഫിഅഉം മിനന്നാസി. ജനങ്ങൾക്ക് പിന്നെ ഒരു കാലം വരാനുണ്ട്, അന്ന് കുറെ ആളുകൾ യുദ്ധത്തിന് പോകും. ഫയുഖാലു ലഹും, അവിടെ വിളിച്ചു ചോദിക്കപ്പെടും, ഫീകും മൻ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാരെങ്കിലും കൂട്ടത്തിലുണ്ടോ എന്ന് വിളിച്ചു. ഫയഖൂലു നഅം, ഉണ്ടേ ഉണ്ടേ, ഒരാളുണ്ട്, നബിയെ കണ്ട ഒരാൾ ഇവിടെ. ആ ആളെ പിടിച്ച് മുന്നിൽ നിർത്തും. ഫയുഫ്തഹു ലഹും, നേരത്തെ പെട്ടിയുടെ കഥ പറഞ്ഞ പോലെ ഈ അള്ളാന്റെ റസൂലിനെ കണ്ട ആള് മുന്നിൽ നിന്ന് ആ യുദ്ധത്തിന് പോകുമ്പോൾ ആ സംഘം വിജയിക്കുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാലം വരും, അന്ന് വിളിച്ചു ചോദിക്കപ്പെടും യുദ്ധത്തിന് പോകുന്ന നേരത്ത്, നിങ്ങളിൽ മൻ റആ മൻ സ്വഹീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സ്വഹീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കണ്ട ആളുടെ കൂടെ ജീവിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. അപ്പൊ പറയും ഉണ്ടേ എന്ന് പറയും. എന്നാ നബിയെ കണ്ട ആളുടെ കൂടെ ജീവിച്ച ആളെ മുന്നിൽ നിർത്തും. അപ്പോഴും അവർക്ക് വിജയം. പിന്നെ ഒരു കാലം വരും, അന്നേരം വിളിച്ചു ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നബിയെ കണ്ടവനുണ്ടോ? ഉണ്ടെന്ന് പറയും. അയാളെ പിടിച്ച് മുന്നിൽ നിർത്തും, യുദ്ധം വിജയിക്കും. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി. ഒരു നബിയെ കണ്ടവനെ, നബിയെ കണ്ട മഹാനെ കണ്ടു. അപ്പൊ മഹാന്മാരെ കണ്ടവരെ കാണൽ പോലും ഒരു അസ്ലു ബറക്കത്താ. ആ ബറക്കത്ത് യുദ്ധരംഗങ്ങളിൽ പൂർവികർ ഉപയോഗപ്പെടുത്തിയെന്ന് സഹൽ ഫൈസി പറഞ്ഞതല്ല. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്കിയാൽ കാണും. പരിശുദ്ധ ഖുർആൻ ഇതിന് കൃത്യമായ അടിസ്ഥാനം പറഞ്ഞു. അതുകൊണ്ട് ബറക്കത്തിനെ തേടുന്ന ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ബറക്കത്ത് എന്നതൊരു മൗഢ്യമായ സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. തിരിച്ചറിയാനുള്ള ബോധം അല്ലാഹു നമുക്ക് തരട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഖബൂലാക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാഹ്, മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഒരുപാട് പേരുടെ ആണ്ട് ദിവസങ്ങളിൽ പുണ്യ റജബിലുണ്ട്, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും ഖൈറ് നൽകുക അല്ലാഹ്, ബറക്കത്ത് നൽകുക അല്ലാഹ്, ആഫിയത്ത് ദീർഘായുസ്സം തരണേ അല്ലാഹ്, മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകട മരണങ്ങൾ കാക്കണേ അല്ലാഹ്. വിദേശത്ത് ജോലി ചെയ്യുന്ന പലരുടെയും ജോലി നഷ്ടപ്പെട്ട് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു നീ നല്ല ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മക്കളുടെ പഠനം ബർക്കത്തിലാക്കുക അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടവർക്ക് നീ എല്ലാവിധ ആശ്വാസവും നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, നീ കരകയറ്റണേ അല്ലാഹ്. കടബാധ്യതകളിൽ പെട്ടുപോയവരുണ്ട്, അല്ലാഹു നീ മോചനം നൽകണേ അല്ലാഹ്. പലിശക്കണിയിൽ കുടുങ്ങിയവരെ നീ കരകയറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ജോലി തേടുന്ന പലരും നാട്ടിലുമുണ്ട്, വിദേശത്തുമുണ്ട്. ഖൈറായ ജോലി എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് വൈകല്യ അല്ലാഹ്. ഒരുപാട് പേര് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ തൗഫീഖ് നൽകുക അല്ലാഹ്. ഹജ്ജ് ഉംറ സിയാറ നീ നസീബാക്കുക അല്ലാഹ്.
ഞങ്ങളുടെ വാട്സാപ്പിലും യൂട്യൂബ് കമന്റിലും ഒക്കെ ആയിട്ട് ഒരുപാട് ദുആ വസിയത്തുകൾ പറയുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ. അല്ലാഹ് ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.